മമ്മൂട്ടി മോഹൻലാലിനെ പറ്റി കൂടുതൽ നെഗറ്റീവ് പറയുന്നവർക്കാണ്. ഞാൻ അത്തരക്കാരനല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പ്രായം, മമ്മൂക്കയുടെ ആ പ്രായം അനുസരിച്ച് വളരെ വളരെ നല്ല രീതിയിൽ ഈ സിനിമ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. എമ്പുരാൻ ഞാൻ കണ്ടില്ല, അത് കാണണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കട്ടും വെട്ടും ഒക്കെ ആയതുകൊണ്ട് തന്നെ അത് കാണണമെന്നേ തോന്നുന്നില്ല. ഇത് നേരിട്ട് കാണുക എന്നങ്ങ് തീരുമാനിച്ചതാണ്. എമ്പുരാൻ കാണണമെന്നില്ല, അത് പോയി. ഇതൊക്കെ ചുമ്മാ വെറും കെട്ടിപ്പൊക്കുന്ന ഇതാണെന്ന് മനസ്സിലായി. ഇതൊന്നും അല്ല. നമ്മൾ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യുന്ന മമ്മൂട്ടീനെ തന്നെയാണ്. പുള്ളിയുടെ ഷോ ആണ്. സോ അത് നമ്മൾ കണ്ടങ്ങനെ ഇരിക്കും. നല്ല മൂവിയാണ്. നല്ല മൂവിയാണ്. മമ്മൂട്ടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ലാഗ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. സോ ലാസ്റ്റ് 20 minutes അടിപൊളി. ഡയറക്ഷൻ എനിക്ക് അതിനെക്കുറിച്ച് ഒത്തിരി ടെക്നിക്കലി സംസാരിക്കാനേ അറിയില്ല. ബട്ട് ബോറടിപ്പിച്ചില്ല. നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു. നല്ല മമ്മൂട്ടി കൂടുതൽ നമ്മൾ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യുന്ന മമ്മൂട്ടീനെ തന്നെയാണ്. പുള്ളിയുടെ ഷോ ആണ്. സോ അത് നമ്മൾ കണ്ടങ്ങനെ ഇരിക്കും. അതാണ്. എല്ലാവർക്കും കണക്റ്റ് ആവില്ല. ബട്ട് ഒരു നോർമൽ സിനിമ ആസ്വാദകന് കണക്റ്റ് ആവും. പടം കൊള്ളാം, ഓടുന്ന പടമാണ്. പക്ഷെ കുറച്ച് ലാഗൊക്കെ വരുന്നുണ്ടോന്ന്. ചുമ്മാ കുറേ വലിച്ചു നീട്ടി കുറേ ഇത് സിനിമ വന്നിപ്പം കൊലയും കൊലപാതകവും പുതിയ ഒരു ട്രെൻഡൊക്കെയാണ്. ഗെയിമുമായിട്ട് ബന്ധപ്പെടുന്ന കൊല ഇത് മമ്മൂട്ടി നോക്കുന്നില്ല. അങ്ങനെ തന്നെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അതെല്ലാം എന്തിനാണ്. അല്ല, മേക്കിംഗ് സ്റ്റൈലൊക്കെ കൊള്ളാം. ഗൗതം മേനൻ നല്ല, എനിക്കത് മമ്മൂട്ടിയെക്കാളും നന്നായിട്ടുള്ള അദ്ദേഹമാണ്. ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടി കൊള്ളാം. മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് പെർഫോമൻസ് ഒക്കെയാണ്. ഗംഭീരം. ഒത്തിരി ആൾ കയറുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ആൾ കുറവായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ വലിയ ആളൊന്നുമില്ല. പക്ഷേ പടം ഓടുന്ന പടമാണ്. ഒത്തിരി ആളിനെ കണ്ടില്ല. നമ്മൾ ഒരു മമ്മൂട്ടി ചിത്രത്തിനുള്ള ആളൊന്നും കണ്ടില്ല. അവിടെ കുറച്ച് പേരെ കണ്ടു. ഒരു മുൻവിധിയൊന്നും ഇല്ലാതെ ഞാൻ വെറുതെ കണ്ട. ഹൈപ്പ് എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനങ്ങനെ ഒരു മുൻവിധി ഇല്ലാതെ അങ്ങ് നേരിട്ട് പടം കാണുകയായിരുന്നു. ഒന്നും വായിച്ചിട്ടൊന്നുമല്ല. ബസ്സൊക്കെ കാണുക എന്നുള്ള ഒരു ഇതിൽ കണ്ടതാണ്. അതിനുള്ള ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. എമ്പുരാൻ ഞാൻ കണ്ടില്ല, അത് കാണണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കട്ടും വെട്ടും ഒക്കെ ആയതുകൊണ്ട് തന്നെ അത് കാണണമെന്നേ തോന്നുന്നില്ല. ഇത് നേരിട്ട് കാണുക എന്നങ്ങ് തീരുമാനിച്ചതാണ്. എമ്പുരാൻ കാണണമെന്നില്ല, അത് പോയി. ഇതൊക്കെ ചുമ്മാ വെറും കെട്ടിപ്പൊക്കുന്ന ഇതാണെന്ന് മനസ്സിലായി. ഇതൊന്നും അല്ല സിനിമ. നല്ല സിനിമയൊക്കെ വരും, അതൊക്കെ കണ്ടോളാം. ഇതൊന്നും കണ്ടില്ലെങ്കിലും ഒന്നുമില്ല. കുഴപ്പമില്ല, കൊള്ളാം. പടം ഒക്കെ കുഴപ്പമില്ല, കണ്ടു നോക്ക്. സൂപ്പർ പടം. ക്ലൈമാക്സ് സൂപ്പർ. പടം സൂപ്പറാണ്. നല്ല സിനിമയാണ്. കാരണം മമ്മൂക്കയുടെ ആ പ്രായം അനുസരിച്ച് നല്ലതായിട്ട് മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട്. അത് പോയിട്ട് ആ സിനിമയെന്ന് പറയുന്നത് പുതിയൊരു സംവിധായകൻ്റെ കൂടെ ഉള്ള ഒരു സിനിമയാണ്. വളരെ നല്ല രീതിയിൽ ഈ പ്രായത്തിലും മമ്മൂക്ക വളരെ നല്ല രീതിയിൽ ഈ സിനിമ ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. മമ്മൂട്ടി സൂപ്പറായിട്ടുണ്ട്. മമ്മൂട്ടി കാണിക്കുന്ന രംഗം, മമ്മൂട്ടിയുടെ ആ സീനെല്ലാം നമ്മൾ അറിയാതെ മമ്മൂട്ടി അതന്നെ നോക്കിയിരിക്കും. അത്ര നന്നായിട്ടുണ്ട് സിനിമ. ഈ പ്രായത്തിലും പുള്ളിക്കാരൻ ഇത്രയും ഇതിൽ ചെയ്തത് ഏറ്റവും വലിയ നല്ല കാര്യമാണ്. നല്ല പടം വളരെ ഇഷ്ടപ്പെട്ടു. നെഗറ്റീവ് അത് മമ്മൂക്കയല്ല. ഈ മമ്മൂക്ക ഇഷ്ടപ്പെടാത്ത ആൾ ഞാനാണെങ്കിൽ ഒരു സിനിമ ആര് അഭിനയിച്ചാലും മമ്മൂക്കയോ മോഹൻലാലോ അഭിനയിച്ച സിനിമയെക്കുറിച്ച് നമ്മൾ പറയണം. അല്ല, നമ്മളിപ്പം വന്നിട്ട് മമ്മൂക്ക മോശമാണ് അല്ലെങ്കിൽ മോഹൻലാൽ മോശമാണെന്ന് ഞാൻ പറയാൻ തയ്യാറല്ല. ഞാൻ പറയുന്നത് കണ്ട കാര്യം, സിനിമയെക്കുറിച്ച് ഞാൻ പറയും. ഏത് നടന്മാർ ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചാലും നമ്മൾ ആ സിനിമയെക്കുറിച്ച് പറയണം. നെഗറ്റീവ് പറയുന്നവർ കാണും. മമ്മൂട്ടി മോഹൻലാലിനെ പറ്റി കൂടുതൽ നെഗറ്റീവ് പറയുന്നവർ കാണും. ഞാൻ അത്തരക്കാരനല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പ്രായം, മമ്മൂക്കയുടെ ആ പ്രായം അനുസരിച്ച് വളരെ വളരെ നല്ല രീതിയിൽ ഈ സിനിമ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവരുടെ ഏജ് മതിക്കാതെ പുള്ളിയുടെ ഏജൊന്നും പറയത്തില്ല. കാരണം ഇത്രയും പ്രായമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഏജ് നമ്മൾ മനസ്സിലാക്കണം. കാണുന്നവർ കണ്ട് നമ്മൾ അദ്ദേഹത്തിനെ വിലയിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.